അടുത്ത കെ മാപ്പിൽ പൈ അല്ലേ തന്നേക്കുന്ന. പൈ എന്ന് വെച്ചാൽ ഇത് POS അതായത് 0 അപ്പോൾ ഇത് ഇപ്പോൾ മാക്സിമം എത്ര നമ്പർ തന്നേക്കുന്നത് 10 എന്ന് വെച്ചാൽ 2⁻³ എന്ന് വെച്ചാൽ 8 അല്ലേ, അപ്പം അല്ല. 2⁻4 എന്ന് വെച്ചാൽ 16 അല്ലേ, അപ്പം 4 ബിറ്റാണ്. 4 ബിറ്റ് എന്ന് പറഞ്ഞാൽ ABCD എന്ന് പറയുമ്പോൾ 16ൻ്റെ കെ മാപ്പ് വരയ്ക്കണം. വലിയ കെ മാപ്പ് വരച്ചു. 4 ബിറ്റിന് നമ്മളിവിടെ ABCD എന്ന് പേര് കൊടുത്തു. 0001 1110 0001 1110 എഴുതി. അന്നേരം നമ്മൾ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യേണ്ടതെല്ലാം സീറോസ് ആണ്. ആദ്യം നമ്പർ ചെയ്യാം. 0 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 നമ്പേഴ്സ് ചെയ്തു. ഇനി 1 8 6 10 1 8 6 10 ഇത്രയും സ്ഥലത്ത് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? 0 കൊടുത്തു. ഇനി ഡോൺ കെയർ വന്നിട്ടുണ്ട് 0 2 7 ഡോൺ കെയർ 0 2 7 ഡോൺ കെയറും തന്നിട്ടുണ്ടല്ലോ. ഇനി നമ്മളിവിടെ ഗ്രൂപ്പ് ചെയ്യേണ്ടത് എന്തിൻ്റെയാണ്? ഗ്രൂപ്പ് ചെയ്യേണ്ടത് നമ്മൾ സീറോസിനെയാണ്. 0ൻ്റെ കൂടെ ഡോൺ കെയറിനെ വേണമെങ്കിൽ ഗ്രൂപ്പ് ചെയ്യാം, പക്ഷേ സീറോസിനെ ഗ്രൂപ്പ് ചെയ്തേ പറ്റൂ. അങ്ങനെയെങ്കിൽ നമുക്ക് ഗ്രൂപ്പാക്കാം. 16 ബോക്സസ് അല്ലേ ഉള്ള, 16 എണ്ണത്തെ ഒരുമിച്ച് ഗ്രൂപ്പാക്കാൻ പറ്റുമോ? ഇല്ല. 8 എണ്ണത്തെ ഒരുമിച്ചാക്കാൻ പറ്റുമോ? എവിടെയെങ്കിലും 8 എണ്ണം വരുന്നുണ്ടോ അടുപ്പിച്ച്? ഇല്ല. 4 എണ്ണത്തെ പറ്റുമോ നോക്കേ. ഇത് നോക്കിക്കേ. ഈ 0ൻ്റെ കൂടെ 4 എണ്ണത്തെ പറ്റുമോ? ഇല്ല. ഈ 0ൻ്റെ കൂടെ 4 എണ്ണം പറ്റുമോ? ഇല്ല. ഈ 0ൻ്റെ കൂടെ 4 എണ്ണം പറ്റുമോ? പറ്റും. നോക്കണേ, ഈ മൂലയ്ക്കല്ലേ ഈ 0 ഇരിക്കുന്നത്. ഇപ്പുറത്തെ മൂലയ്ക്കൊരു 0 ഉണ്ടല്ലോ, ഇവിടെ ഒരു X ഉണ്ടല്ലോ, ഇവിടെ ഒരു X ഉണ്ടല്ലോ. ഇത് 4ഉം കൂടെ ഒരു ഗ്രൂപ്പാണ് ആയല്ലോ, ഒരു ഗ്രൂപ്പായി. ഇനി ഏതെങ്കിലും 0 ഒറ്റയ്ക്ക് നിൽപ്പുണ്ടോ? അതായത് ഇവിടെ ഒരു 0 ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഇതിൻ്റെ കൂടെ നമുക്ക് ആരെങ്കിലും 4 എണ്ണത്തെ പറ്റൂ? ഇല്ല. പക്ഷെ വേണമെങ്കിൽ 2 എണ്ണം പറ്റും. വേണമെങ്കിൽ ഇങ്ങനെ 2 എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഏതെങ്കിലും ഒന്നേ എടുക്കാവുള്ളേ. ഒന്നെങ്കിൽ ഇങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കണം. ഞാനിപ്പോൾ ഇങ്ങനെ എടുത്ത്. ഇനി ഏതെങ്കിലും 0 ഒറ്റയ്ക്ക് നിൽപ്പുണ്ടോ? ഇതാണ്ടേ ഉണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ ഗ്രൂപ്പാക്കാം? Xൻ്റെ കൂടെ. അപ്പോൾ എത്ര ഗ്രൂപ്പായി? A B C 3 ഗ്രൂപ്പായല്ലോ. ഇനി എവിടെയെങ്കിലും ഒരു X ഒറ്റയ്ക്ക് നിൽക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ Xനെ വെച്ച് ഗ്രൂപ്പ് എടുക്കണം എന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. പക്ഷേ 0 ഒറ്റയ്ക്ക് നിൽക്കുമായിരുന്നെങ്കിൽ ഗ്രൂപ്പ് എടുത്തേ പറ്റത്തുള്ളായിരുന്നു, അറിയാമല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ പേരെഴുതാം. പേരെഴുതുന്നതാണ് ഇമ്പോർട്ടൻറ്റ്, ശ്രദ്ധിക്കണേ. ഇത് POS അല്ലേ? POS എന്ന പ്രോഡക്റ്റ് ഓഫ് സംസ് അല്ലേ? പ്രോഡക്റ്റ് ഓഫ് സംസ്, 2 സമ്മുകളുടെ പ്രോഡക്റ്റ് അല്ലേ? അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ബ്രാക്കറ്റ് ഇടണേ. ഇവിടെ എല്ലാം സമ്മുകളാണ് വരാൻ പോകുന്നത്. ബ്രാക്കറ്റ് ഇടാമല്ലോ. ഇനി രണ്ടാമത് ഈ ഭാഗത്തെല്ലാം AB എന്നല്ലേ പേര് വരാൻ പോകുന്നത്. അപ്പോൾ എല്ലായിടത്തും A + B എന്ന് എഴുതാൻ പറ്റുമല്ലോ. എഴുതി. ഇനി 0 എന്നല്ലേ ഇമ്പോർട്ടൻസ്. അപ്പം 0 ഉണ്ടെങ്കിൽ നമ്മൾ ബാർ ചെയ്യണ്ട. ഇവിടെ 2ഉം 0 അല്ലേ, 2നും ബാർ വേണ്ട. A 0 ആ, Aന് ബാർ വേണ്ട, Bക്ക് ബാർ വേണം. 2ഉം 1 അല്ലേ, 2നും ബാർ വേണം. ഇപ്പുറത്തത് 0 അല്ലേ, അതിന് ബാർ വേണ്ട, ഇപ്പുറത്ത് ബാർ വേണം. ഇവിടെ എല്ലാം CD അല്ലേ, C + D എഴുതിയല്ലോ. ഇത് 2 0 അല്ലേ, 2നും ബാർ വേണ്ട. D 1 അല്ലേ, Dക്ക് ബാർ വേണം. 2ഉം 1 അല്ലേ, 2നും ബാർ വേണം. C 1 അല്ലേ, Cക്ക് ബാർ വേണം. ഇനി നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പോകുവാണ്. പേരെഴുതുന്ന എങ്ങനെയാണെന്ന് നോക്കിക്കേ. ആദ്യം ഞാൻ ഈ 4 എണ്ണത്തിൻ്റെ ഒരു ഗ്രൂപ്പ് എടുത്തില്ലായിരുന്നോ? ഇതിപ്പം 3 ഗ്രൂപ്പല്ലേ ഉള്ളത്. അപ്പം ഇങ്ങനത്തെ 3 ബോക്സസ് ഫില്ല് ചെയ്യണം. ആദ്യത്തെ ഗ്രൂപ്പ് ഞാൻ ആ 4 എണ്ണത്തിൻ്റെ ഗ്രൂപ്പ് എടുക്കാൻ പോവുകയാണ്. അതിൻ്റെ ആദ്യത്തത് വാല്യൂ നോക്കാം എത്രയാണ്. ആദ്യത്തെ Xൻ്റെ വാല്യൂ എത്രയാണ്? ABCD ആണല്ലോ. ABCD എഴുതിയോ? ഈ Xൻ്റെ വാല്യൂ എത്ര? ABCD ABCD. ഇനി ഈ 0ൻ്റെ വാല്യൂ എത്രയാണ്? ABCD ഇനി ഈ 0ൻ്റെ വാല്യൂ എന്തുവാ? ABCD
സി ബാർ ഡി, എ ബാർ ബി സി ബാർ ഡി. ഇനി ഏതൊക്കെയാണ് മാച്ച് അല്ലാത്തതെന്ന് നോക്കണേ. ഇവിടെ എ ആണ്, ഇത് എ ബാർ ആണ്, മാച്ച് അല്ല. ഇതെല്ലാം ബി ആണ്, ഓക്കെ. ഇത് സിയും ഇത് സി ബാറും ഉണ്ട്, മാച്ച് അല്ല. ഇതെല്ലാം ഡി ആണ്, ഓക്കെ. അപ്പോൾ ആദ്യത്തെ വാല്യൂ ആണ് ബി പ്ലസ് ഡി വന്നല്ലോ. അങ്ങനെ ഇനി ഇവിടെ ഒരു ഗ്രൂപ്പുണ്ട്, ഇവിടെ ഒരു ഗ്രൂപ്പുണ്ട്. അതും ഇതുപോലെ കണ്ടുപിടിച്ചിട്ട് ഇവിടെ ഫില്ല് ചെയ്യണം.